ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പണിയുള്ളൊരു ദിവസമായിരുന്നു. കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് മീനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാ മീനും മേടിച്ചിട്ടുണ്ട്. കൊഴുവ മേടിച്ചു, അയില മേടിച്ചു, കിളിമീൻ മേടിച്ചു, പിന്നെ കട്ട കഷ്ണം മീനുണ്ടല്ലോ അതെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ വറുക്കാനും ഇട്ടു, അതുപോലെ കുറച്ചെടുത്ത് ഞാൻ വെക്കാനും വെച്ചേ. ഐഷു ഇന്ന് ഭയങ്കര കുസൃതിയായിരുന്നേ. പിന്നെ ഞാൻ ഐഷുവിനെ വാഷിംഗ് മെഷീൻ്റെ ഫ്രണ്ട് കയറ്റി ഇരുത്തിയിട്ട് പിന്നെ എൻ്റെ പണികളൊക്കെ അന്ന് തീർക്കാമെന്ന് വിചാരിച്ച്. മീൻ വെട്ടുന്നതായിരുന്നു ഭയങ്കര ഒരു പണി. കാരണം കുറച്ച് കൂടുതൽ മീനൊക്കെ മേടിക്കുന്ന സമയത്ത് ഞങ്ങൾ നന്നാക്കി തരാൻ പറയത്തില്ല, ജസ്റ്റ് തൂക്കി അങ്ങ് വാങ്ങിക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് കുരുകുരുവെന്നുള്ള മീനൊക്കെ അവർക്ക് വെട്ടിയെടുക്കാൻ വലിയ ടൈം എടുക്കും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് മേടിക്കില്ല പതിവ്. അതുമാത്രമല്ല, അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇരിക്കുകയൊക്കെ ചെയ്യുവേ. ആ ഫ്രഷ്നെസ് അങ്ങ് നഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇങ്ങനെ മേടിക്കുന്നത് ഭയങ്കര പണിയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഭയങ്കര പണിയായിരിക്കും. പിന്നെ ഒരുവിധം ഞാൻ കൊഴുവയും ചാളയും കിളിമീനും എല്ലാം കൂടി വെട്ടി തേച്ച് വൃത്തിയാക്കി എടുത്തു. കൊഴുവ കറി വയ്ക്കാനും അതുപോലെ തന്നെ ചാളയും കിളിമീനും നമുക്ക് വറക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ചേ എടുത്തുള്ളൂ വറക്കാനെ കൊണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഒന്ന് തേച്ച് മിനുക്കി വൃത്തിയാക്കി അങ്ങ് മാറ്റി വെച്ചേ, മസാലയൊക്കെ അങ്ങ് പിടിക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം കൊഴുവയിലും ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ട് തിരുമ്മി അതും മാറ്റി അങ്ങ് വെച്ചു. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. നല്ലത് വേപ്പില ചേർത്ത് കൊടുക്കാവേ. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചേർക്കാവേ. ഇനി ഇതിൻ്റെ എല്ലാം പച്ചപ്പ് മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. ചുമന്ന ഉള്ളി അരിഞ്ഞു വെച്ചതാണ്, അതും കൂടി ചേർക്കാം. അതിനി ഒന്ന് ബ്രൗൺ കളറാവട്ടെ. ഇനി ഇതൊന്ന് ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. കുറച്ച് ചേർത്ത് കൊടുത്താൽ കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം പുളി വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് തിള വരട്ടെ. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം കറക്റ്റ് ആവും കേട്ടോ. ഒരുപാട് ഇളക്കാൻ പറ്റത്തില്ല, പൊടിമീനല്ലേ, പൊടിമീൻ ഞങ്ങൾ പോകും. അപ്പം മസാലയൊക്കെ കൂട്ടി നമ്മൾ മീൻ ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളക്കട്ടെ. മൂടി വെക്കണേ. അപ്പം ഞാൻ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വറക്കാനുള്ള മീൻ നമുക്ക് വറക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് മീൻ വറക്കാറ്, എന്നാലാണ് രുചി കിട്ടത്തുള്ളൂ. ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ച് ഈ മീൻ നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് മുക്കി പൊരിക്കാം. ഇന്ന് ഐഷുവിന് അന്യം കയറിയൊക്കെ വരുന്നു കേട്ടോ. ഐഷു ഭയങ്കര പ്രശ്നമുള്ള ദിവസമാണ്. മീനൊക്കെ ഇങ്ങനെ അടക്കി വെച്ച് കൊടുക്കാവേ. നെയ്യുണ്ടെന്ന് തോന്നുന്നു മീനിൽ. നല്ല മീനായിരുന്നു എന്തായാലും. കറി തുറന്ന് നോക്കാം. നല്ല തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. മീനൊക്കെ പകുതി വെന്തു. ഉപ്പ് നോക്കട്ടെ ഞാനൊന്ന്.
ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഉപ്പ് കുറവുണ്ട്. ഇളക്കരുത് കേട്ടോ, കാരണം പൊടിമീനല്ലേ ഉടഞ്ഞു പോവും. വറക്കാൻ വെച്ചിരിക്കുന്ന മീനെല്ലാം ഇവിടെ ഇങ്ങനെ ആയി കിടക്കുന്നുണ്ട്. ഒരു തല ഞാൻ തിരിച്ചിട്ട് കൊടുത്ത്, ഇനി തിരിച്ചിട്ട് മറിച്ചിട്ട് 2-3 പ്രാവശ്യം കൊടുക്കണം. എന്നാലാണ് നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇവിടെ മുരിച്ചാണ് എടുക്കാറ്, കുറച്ചുകൂടെ അങ്ങ് മൊരിയണം. ഇനി ഞാൻ തേങ്ങ അരച്ച് വെച്ചാണേ, സാധാരണ തേങ്ങ ഒരു അരമുറി ഉണ്ടാവും, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പച്ചവെള്ളം പോലെ അരയ്ക്കണം. തേങ്ങ പാലല്ല കേട്ടോ, തേങ്ങ പച്ച അരച്ചയാ, അതും കൂടെയും ചേർത്തു. വേണം പച്ച മണം വരുന്നുണ്ട്. പച്ചത്തേങ്ങ ആയിരിക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇച്ചിരി മൂത്ത് പോയ തേങ്ങയാണെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഇതങ്ങ് മൂടി വെക്കാം. ചിടാവേ. ഓ, നല്ല മീനായിരുന്നു കേട്ടോ, ഫ്രഷ് മീനാണ്. ലേശം പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് ദേ ടപ്പേന്ന് ഇങ്ങനെ അടയ്ക്കണം. ലേശം പാത്രം ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മീൻ പൊരിച്ച് എടുക്കാറായിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് മൊരിയണം കേട്ടോ. അപ്പോൾ അതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കറി. അപ്പം നല്ല ചൂടുണ്ട്, നല്ല ചൂട് കറിയും ചോറും കൂട്ടി കഴിക്കണം. ഉച്ചയായിട്ടുണ്ട്, വിശന്നിട്ട് വയ്യാട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഐശുവിന് ഇന്ന് നല്ല കരച്ചിലും ബഹളവും വെറുതെ വാശി പിടുത്തമൊക്കെ ആയിരുന്നു. കുറേ നേരം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തു, അതായത് ഇങ്ങനത്തെ ചാച്ചൻ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.